ഗൗൻജിയുടെ പാട്ടുകൾ, ഇതിൻ്റെ മ്യൂസിക്കുകൾ, ഇതായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7, 8, 9, 10 പാട്ടുകളും മ്യൂസിക്കുമായിട്ട് പോകുന്നുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. പക്ഷേ എന്തും പറയാനും ചോദിക്കാനും അധികാരമുള്ള വ്യക്തി തന്നെയാണ്. എങ്ങനെയായിരുന്നു ഇതിലെ ഒരു യാത്ര? ഇത് എനിക്ക് മുഹാഷിനെ നേരത്തെ പരിചയമുണ്ട്. മുഹാഷൻ കഠിനകടവരം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എനിക്ക് വളരെ നേരത്തെ അറിയാം. എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും ആദ്യം കേൾക്കുന്ന ഒരാളുകളിൽ ഒരാൾ പടത്തിൻ്റെ കഥ. അപ്പം ഞങ്ങൾ നേരത്തെ ഇത് ട്രീറ്റ്മെൻറ്റ് വൈസ് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇതൊരു മ്യൂസിക്കൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഒരു തിയേറ്റർ, അതായത് കഠിനകടവരം പോലെയേ അല്ല, വളരെ തിയേറ്റർ എൻഗേജിങ് ആയിട്ട് തന്നെ മീറ്ററുകളെല്ലാം പിടിച്ച് അങ്ങനെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് പിടിക്കാൻ നോക്കിയിരിക്കുന്നത്. വർക്കായോ ഇല്ല എന്നുള്ളതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ അറിയാം. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ 4-5 പാട്ടോ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്ന പാട്ടുകളാണല്ല, ചെറിയ ചെറിയ പാട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ് ഓഫ് സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വള എന്ന്. ബേസിക്കലി ആ പടം ഭയങ്കര ചെറിയൊരു സ്ഥലത്ത് നടക്കുന്നതാണെങ്കിലും അതൊരു ഫാൻറ്റസി വേൾഡിലോട്ട് പ്ലേസ് ചെയ്യാനാണ് മ്യൂസിക്കലിയും നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. അതായത് ഭയങ്കര ഒരു എക്സ്ട്രാ ലാർജർ ദാൻ ലൈഫ് സാധനം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വള എന്ന് പറയുന്ന ചെറിയ സാധനത്തിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഇമോഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് പടം മുഴുവൻ.